കമ്പ്യൂട്ടർ ഫയൽ സിസ്റ്റം എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കമ്പ്യൂട്ടർ ഫയൽ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫയൽസ് ഉണ്ട്. ആ ഫയൽസിനെയൊക്കെ അടുക്കും ചിട്ടയോടും സൂക്ഷിക്കുവാനുള്ള ഒരു സംവിധാനത്തെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഫയൽ സിസ്റ്റം കൺട്രോൾ ഹൗ ആൻഡ് വെയർ ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ സ്റ്റോറേജ്. ഒരു കമ്പ്യൂട്ടർ സ്റ്റോറേജിൽ എവിടെ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് മാനേജ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഫയൽ സിസ്റ്റമാണ്. The method of storing and organizing computer files is called computer file system. കമ്പ്യൂട്ടർ ഫയൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഫയലുകളെ സ്റ്റോർ ചെയ്യുവാനും അതിനെ ഓർഗനൈസ് ചെയ്യുവാനും, അതായത് കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെ അടുക്കും ചിട്ടയോടും സൂക്ഷിക്കുവാനുള്ള ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഫയൽ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്ന ഡേറ്റയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള ഡേറ്റ വേണമെങ്കിലും ആകാം. രണ്ടാമതുള്ളത് ഫയൽ നെയിം. നമ്മൾ ആ സൂക്ഷിക്കുന്ന ഡേറ്റയ്ക്ക് ഒരു പേര് കൊടുക്കും, അതിനെയാണ് നമ്മൾ ഫയൽ നെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്ടറി. ഈ ഫയൽ എവിടെയാണ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്നത്, കമ്പ്യൂട്ടറിൽ അത് സേവ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനെയാണ് നമ്മൾ ഡയറക്ടറി എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മളൊരു ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്നും എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു പുസ്തകം ആവശ്യമുണ്ട്. ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പുസ്തകമാണ് എനിക്ക് വേണ്ടത്. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ആ ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം വലിച്ചു വാരി ഒരു മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പുസ്തകം എനിക്ക് തപ്പിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു, ഒരുപാട് ബുദ്ധിമുട്ട് വേണ്ടി വന്നു. ഞാൻ രണ്ടാമത് മറ്റൊരു ലൈബ്രറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും അവിടെ വളരെ ഓർഡറായിട്ട് പുസ്തകങ്ങളെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഫിസിക്സിനൊരു സെക്ഷൻ, കെമിസ്ട്രിക്ക് ഒരു സെക്ഷൻ, സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷൻ, കമ്പ്യൂട്ടറിന് സെക്ഷൻ, അങ്ങനെ സെക്ഷൻസ് ആയിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ നേരെ പോയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ചെന്ന് അവിടെ നിന്ന് ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പുസ്തകം എടുത്തു. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് എടുക്കുവാൻ സാധിച്ചു. കാരണം എന്താണ്, ആദ്യത്തെ ലൈബ്രറിയിൽ ഒരു ഓർഡർ ഇല്ലാതെ വളരെ അലക്ഷ്യമായിട്ട് വലിച്ചു വാരിയിട്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ലൈബ്രറിയിൽ ചില നിയമങ്ങളനുസരിച്ച് അടുക്കും ചിട്ടയോടെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അടുക്കും ചിട്ടയോടെ സൂക്ഷിച്ചിരുന്നപ്പോൾ വളരെ വേഗത്തിൽ എനിക്ക് ആ പുസ്തകം എടുക്കുവാൻ സാധിച്ചു. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഫയലുകളെ അടുക്കും ചിട്ടയോടെയും സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ അനായാസം അതിനെ ആക്സസ് ചെയ്യുവാനും ഉപയോഗിക്കുവാനും സാധിക്കും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ സിസ്റ്റത്തിൽ 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ, രണ്ടാമത്തത് ഫയൽ നെയിം, മൂന്നാമത്തത് ഡയറക്ടറി, അതായത് ഫയലിരിക്കുന്ന ലൊക്കേഷൻ. നമുക്ക് മറ്റൊരു എക്സാമ്പിളോട് നോക്കാം. ഒരു 5000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുണ്ടെന്ന് വിചാരിക്കുക. പ്രിൻസിപ്പാളിന് ഒരു കുട്ടിയെ കാണേണ്ട ആവശ്യകതയുണ്ട്. അയാൾ പറയുകയാണ്, ആ കുട്ടി ഇവിടേക്ക് വരിക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഏത് കുട്ടിയാണ് വരേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷനും ഇല്ല. അതിന് പകരം അദ്ദേഹം പറയുകയാണ്, 10ാം ക്ലാസ്സിലെ A ഡിവിഷനിലെ 4ാമത്തെ ബെഞ്ചിൽ 3ാമതിരിക്കുന്ന കുട്ടി ഇവിടേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു കുട്ടി വരും. കാരണം ആ കുട്ടിയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ഡയറക്ടറിയിൽ ഒരു ഫയലിൻ്റെ ലൊക്കേഷൻ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഫോൾഡറിൽ ഒരേ പേരുള്ള 2 ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരൊറ്റ കുട്ടിയെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ ഡയറക്ടറിയിൽ ഒരു ഫയൽ ലൊക്കേഷനിൽ ഒരു പേരിലുള്ള ഒരു ഫയൽ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ ഒരേ പേരുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അത് സാധിക്കാതെ വരുന്നത്.